ജാൻമണി ദാസ് അങ്ങനെ എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ജാൻമണി തന്നെ വരുത്തി വെച്ചതാണെന്ന് ഞാൻ പറയും. കാരണം അമ്മാതിരാണ് ജാൻമണിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജാൻമണിയെ സുപരിചിതമാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 അല്ലേ. അന്ന് ബിഗ് ബോസിൽ കയറിയ സമയത്ത് വാവിട്ട വാക്ക് കാരണം ഒരുപാട് എയറിലായ വ്യക്തിയാണ് ഈ പറഞ്ഞ ജാൻമണി ദാസ്. പുള്ളിക്കാരുടെ നാക്ക് കാരണം എത്ര തവണ പുള്ളിക്കാർ ഏറി കയറിയിരിക്കുന്നു അല്ലേ. ഒന്നാമത് ജാൻമണിയുടെ മലയാളം പ്രോപ്പർ അല്ല, കറക്റ്റ് മലയാളി അല്ലല്ലോ ജാൻമണി, ഗുജറാത്തി ആണല്ലോ. ഇവിടെ വന്ന് ചേക്കേറിയ വ്യക്തിയാണല്ലോ. അപ്പൊ ഇവിടെ വന്ന് മലയാളം പഠിച്ചതിന്റെ എല്ലാ പ്രയാസങ്ങളും ജാൻമണിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു ലൈസൻസും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാൻമണി. ബിഗ് ബോസിലായിരുന്ന സമയത്ത് മറ്റേ അഭിഷേകിനെ കുറിച്ചൊക്കെ എന്തൊക്കെ അലിഗേഷനാണ് ജാൻമണി ഇറക്കിയിരുന്നത് അല്ലെ. അവനെ കയറി പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ജാൻമണി പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ജാൻമണി പുറത്തിറങ്ങുന്നു. പിന്നെ ജാൻമണിയെ കുറിച്ച് പ്രത്യേകിച്ച് വർത്തമാനങ്ങളൊന്നുമില്ല. അങ്ങനെ ആ സീസൺ കഴിഞ്ഞു, അടുത്ത ബിഗ് ബോസ് സീസൺ വരുന്നു. അങ്ങനെ അടുത്ത ബിഗ് ബോസ് സീസൺ വന്ന സമയത്ത് ജാൻമണി എന്ത് ചെയ്യുന്നു, ആ ബിഗ് ബോസ് സീസണിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനീഷിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. അനീഷ് ഒരാണല്ല, അവനൊരു പെണ്ണച്ചിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അന്ന് വൻ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങളോട് പറയാനാണെങ്കിൽ നാവിന് ലൈസൻസ് ഇല്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഇടയ്ക്കിടെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത് ജാൻമണിയുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. ആ രീതിയിലായിരുന്നു 2 ആഴ്ച വരെ ജാൻമണി ആളുകൾ കണ്ടതും. എന്തോ വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യന് അതിനപ്പുറത്തേക്ക് ഒരു പരിവേശം ആരും ജാൻമണിക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡൽഹിയിൽ വിദ്യാർത്ഥി സമരം വരുന്നു. അവിടേക്ക് രഞ്ജനി ഹരിദാസിനോടൊപ്പം ജാൻമണി പങ്കെടുക്കാൻ പോകുന്നു. അതോടെ ഇതുവരെ ജാൻമണിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു നെഗറ്റീവ് ഇമേജ് മാറി മറിയുകയാണ് സുഹൃത്തുക്കളെ. അതുവരെ ജാൻമണിയെ കളിയാക്കുകയും ട്രോളുകയും ചെയ്തിരുന്ന മനുഷ്യന്മാര് ഈ ഒരൊറ്റ ഇൻസിഡന്റോട് കൂടി ജാൻമണിക്ക് നേരെ നോക്കി കൈയടിക്കുകയാണ്. വമ്പൻ അപ്രിസിയേഷൻ ആയിരുന്നു അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാൻമണിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ എത്രയൊക്കെ പോസിറ്റീവ് ആയാലും എത്രയൊക്കെ തന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്താലും ശങ്കരൻ എന്നും തെങ്ങുമത്ത് തന്നെ എന്ന് പറഞ്ഞ മാതിരിയാണ് ജാൻമണിന്റെ അവസ്ഥ. എത്രയൊക്കെ ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചാലും ജാൻമണി വാ തുറന്നാ പോയി. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇപ്പൊ നമുക്കറിയാം, ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി സമരം വിജയിച്ചു. സമരം ചെയ്തവരുടെ പല ആവശ്യങ്ങളും ഗവൺമെന്റ് അംഗീകരിക്കാൻ തയ്യാറായി. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഓൺലൈൻ മീഡിയ എന്ത് ചെയ്തു, ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുത്തൊരു വ്യക്തി എന്ന നിലയിൽ ജാൻമണിയെ പോയി ഒരു ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂക്കിടെ ജാൻമണിയുടെ വായിൽ നിന്ന് വന്ന ചില വാക്കുകളാണ് ഇപ്പൊ ജാൻമണി വീണ്ടും ഏറെ കയറാൻ കാരണം. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ജാൻമണി മിണ്ടാതിരുന്നാ പോരായിരുന്നു. ഇതിപ്പോ കഷ്ടപ്പെട്ട് ഡൽഹി വരെ പോയി നേടിയെടുത്ത പോസിറ്റീവ് ഇമേജ് ഒരൊറ്റ അടിക്ക് തകർത്തെറിഞ്ഞ മാതിരിയായി പോയി ജാൻമണിയുടെ അവസ്ഥ. എന്തിനാവശ്യമുണ്ടായിരുന്നു ജാൻമണി? എന്തായാലും ഏറെ കയറാൻ കാരണമായിട്ടുള്ള ജാൻമണിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. അങ്ങനെ BJP വന്നത്തില്ലേ പ്രശ്നം തുടങ്ങും. കണ്ടില്ലേ 2014 BJP വന്ന് ये देश खतरे में है, हिंदू खतरे में है, मंदिर खतरे में है, हम लोग खतरे में है. 2014 മൂറില് നമ്മൾ ഈ ഖത്തറൊക്കെ ഹില്ലറിയുടെ പാർട്ടിസിപ്പൻ്റ് ആണ്. എപ്പോഴും ഇങ്ങനെ കളിയാക്കണേ ഇരിക്കുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? കാരണം മോദി BJP ഞാൻ ചീത്താന്ന് ഞാൻ പറയില്ല. കാരണം എന്താ പറയുന്നത്, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാവുന്ന ടൈമിൽ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ലല്ലോ. ഓക്കെ, അതാണ്. ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിൽ പലർക്കും ഉള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇവിടെ ജാൻമണിയും പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ BJP ഒന്നും ശരിയാവില്ല എന്നുള്ള രീതിയിൽ. അതിവിടെ പൊതുവെ പലർക്കുമുള്ള അഭിപ്രായം ഒക്കെ തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞ് ജാൻമണി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയാണ് ജാൻമണിക്ക് പാളിപ്പോകുന്നത്. നമുക്ക് അതൊന്ന് കേട്ടോ. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളെ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവന്റെ ഫ്രണ്ട്? രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ഇവിടെയാണ് ജാൻമണിക്ക് പാളിപ്പോയത്. എന്തായാലും ജാൻമണി അവസാനം പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഹായ് ഫ്രണ്ട്സ്, ആരാണ് അവന്റെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. എനിക്കത് കേട്ട സമയത്ത് മറ്റേ ഹെലനോസ് പാട്ടിലാണ് ഓർമ്മ വന്നത്. പണ്ട് ഹെലനും ജാസിയും തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഹെലൻ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രണ്ട്ഷിപ്പോ ഏത് ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ തമ്മിൽ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് വരുന്നത് എന്നുള്ള രീതിയിൽ. സെയിം പോലെയാണ് ഇതും തോന്നിയിട്ടുള്ളത് അല്ലേ. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു ട്രോൾ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നിന്നെ ഞാൻ ഇന്നലെ അതിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന്, നീ എന്റെ വയസ്സിന് എത്രയോ മൂത്താണ്, നിന്നെ ബഹുമാനിക്കേണ്ട കാര്യം നിനക്കില്ല. ഒന്നാമത്തെ കാര്യം ഫ്രണ്ട്ഷിപ്പ്. ഏത് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്? ഏത് ഫ്രണ്ട്ഷിപ്പാ ഞാനും നീയും തമ്മിലുള്ളത്? ഫ്രണ്ട്ഷിപ്പ് എന്താണ് അതറിയുന്നു എനിക്ക്. തരാം ഞാൻ.
എന്തായാലും ഇത് ഏതൊരു ട്രോൾ ചാനലിൽ വന്ന വീഡിയോ ആണ് കേട്ടോ. മിക്കവാറും ഇതിന്റെ പേര് അലോരോസ് പാട്ട് പെടാൻ എല്ലാ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും അതവിടെ കിടക്കട്ടെ. അപ്പൊ ഇവിടെ ജാൻമണി പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ മോദിജിയുടെ അച്ഛൻ മരിക്കുന്നത് 1947 പക്ഷെ മോദിജി ജനിക്കുന്നത് എപ്പോഴാണ്? 1950. ചുരുക്കി പറഞ്ഞാണെങ്കിൽ മോദിജിയുടെ അച്ഛൻ മരിച്ചു 3 വർഷം കഴിഞ്ഞിട്ടാണ് മോദിജി ജനിക്കുന്നത്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാണ് ജാൻമണി ഇവിടെ ചോദിക്കുന്നത്. ആക്ച്വലി ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണെന്നുള്ളതാണ്. ഒരിക്കലും മോദിജിയുടെ അച്ഛൻ മരിക്കുന്നത് 1947 1989 മോദിജിയുടെ അച്ഛൻ മരിക്കുന്നത്. അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാകും. എന്തോ ബോൺ ക്യാൻസർ എങ്ങനെ വന്നിട്ടാണ് പുള്ളിക്കാരൻ മരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ അതിന് ഗൂഗിൾ സ്ക്രീൻഷോട്ട് സൈഡ് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കും എങ്ങനെയാണ് ജാൻമണി 1947 മോദിജിയുടെ അച്ഛൻ മരിച്ചു എന്ന് താങ്കൾ പറയുന്നത്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഇടക്കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. മോദിജിയുടെ അച്ഛൻ 1947 മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. മോദിജി के पिताजी आज़ादी के आंदोलन में जेल में गए और वहीं आंदोलन के दौरान उनकी मौत हो गई। मैं ये सोच रहा था जब उनकी मौत 1947 से पहले हो गई तो मोदी जी का जन्म 1950 में कैसे हुआ? सॉरी, वो किसी की पोल नहीं खोलनी चाहिए, बट भक्तों लगे रहो. കേട്ടല്ലോ, ജാൻമണി പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇയാളും പറയുന്നത്. 1947 ഈ പറയുന്ന മോദിജിയുടെ അച്ഛൻ മരിക്കുന്നത്. പക്ഷേ മോദിജി ജനിക്കുന്ന 1950 എന്നുള്ള രീതിയിലാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ടാവണം ജാൻമണി അങ്ങോട്ട് വെച്ച് കാച്ചിയെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം ജാൻമണിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോദിജിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാനായിട്ട് എനിക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ജനൻ TV അടക്കമുള്ള ആളുകൾ ഇത് പിടിച്ച് ന്യൂസാക്കി. അതുപോലെ തന്നെ ജാൻമണിക്കെതിരെ ഇന്ത്യയിൽ പലയിടത്തും ആളുകൾ കൊണ്ടുപോയി കേസ് കൊടുത്തെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനൻ TVന്റെ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. കഴിഞ്ഞ 2 ദിവസമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം ജാൻമണി എന്ന് പറയുന്ന ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ അമ്മയെ പറ്റിയിട്ടുമൊക്കെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ അപവാദ പ്രചാരണം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ BJP അടക്കമുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ആദ്യ പരാതി എത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ മീഡിയ സെൽ കൺവീനർ കൂടിയായിട്ടുള്ള S. നന്ദു സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. അതൊരു വെറും പരാതിയായി നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ജാൻമണിയുടെ സാമ്പത്തിക സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ കേസെടുത്ത് കൃത്യമായ നടപടി എടുക്കണമെന്നുള്ള തുടങ്ങി. ഈ ജനൻ TV എപ്പോഴും ഇങ്ങനെയാണല്ലോ. ഇവർ ഏത് സെലിബ്രിറ്റിക്കെതിരെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇവർ ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് അറിയും? സാമ്പത്തിക സ്രോതസ് പരിശോധിക്കുന്നതാണ്. എപ്പോഴും ഇവർക്ക് ഇതന്നെയാണ് വർത്താനം. ഇതന്നെ അവർക്ക് പറയാനുള്ളൂ. അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇവരുടെ ന്യൂസിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണാറുള്ളൂ. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ ഒരു ദിവസം മുമ്പ് ഇതേപോലെ തന്നെ ഡൽഹിയിൽ സമരത്തിന് പങ്കെടുത്ത രഞ്ജിനി ഹരിദാസിന്റെയും സാമ്പത്തിക സ്രോതസ് പരിശോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് വായിച്ചുതരാം. ഡൽഹിയിലെത്തിയത് പണം വാങ്ങി രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസർമാർക്കെതിരെ NIA അന്വേഷണത്തിന് ഹർജി. കഴിഞ്ഞ ദിവസം ജനൻ TV റിപ്പോർട്ട് ചെയ്ത ന്യൂസാണിത്. ചുമ്മാ തട്ടിവിട്ടതാണ് സംഭവം. ഇതിന് താഴെ രഞ്ജിനി ഹരിദാസ് തന്നെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് മുട്ട കോമഡി. ഞാനൊന്ന് വായിച്ചുതരാം. Can you tell them to come after the 20th next month please? I am കുറച്ച് busy till then. Thanks for informing me though. അത്രേ ഉള്ളൂ. ഇതിനൊക്കെ എങ്ങനെ മറുപടി കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എന്തായാലും ഷാഗിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ജാൻമണിക്കെതിരെ കേസ് പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലെ. ഇനി അതിനെ വരും പരാതികളൊക്കെ ജാൻമണി തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ്. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ജാൻമണി എന്ത് ചെയ്തെന്ന് അറിയോ? മോദിജി അപമാനിച്ചതിനൊരു മാപ്പുമായി രംഗത്ത് വന്ന് കേട്ടോ. നമുക്ക് എന്തായാലും ആ മാപ്പ് പറിച്ചൊന്ന് കണ്ടോക്കാം. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോntന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇത് നമ്മുടെ ഇവിടെ തന്നെയല്ല ഡൽഹിയിലെ ഒരു കോntന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോ എന്റെ മലയാളം രീതി പറയാൻ അത് ശരിയാവത്തില്ല. അതന്നെയാണ് കാരണം. എന്ത് മലയാളം ശരിയാവത്തില്ല പറഞ്ഞാൽ മനസ്സിലായോ? എന്റെ മലയാളം ശരിയാവാത്തത് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എന്നൊക്കെ. നിങ്ങളുടെ മലയാളം ശരിയാവാത്തത് കൊണ്ടൊന്നുമല്ല ജാൻമണി, നിങ്ങളുടെ നാവ് അടക്കി വെക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് പുറത്ത് പറഞ്ഞിട്ടുള്ളത്. വല്ലാണ്ട് അങ്ങോട്ട് ന്യായീകരിക്കല് ജാൻമണി. ബാക്കി പറഞ്ഞു. ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാൻബ എങ്ങനെയാണ് ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കായിട്ടില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി,
and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടബറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല. ശരി, പിന്നെ ഹേർട്ട് ആക്കാൻ വേണ്ടി അല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കറക്റ്റ് മോദിജിയും BJPയും ഹേർട്ട് ആക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ സംസാരിച്ചത്. ഓക്കെ, അങ്ങനെ സംസാരിച്ചു, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഫാക്ട്സുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെങ്കിൽ പിന്നെയും ഓക്കെ. ഇത് എവിടുന്ന് എന്തൊക്കെയോ കേട്ട് അത് വെച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എന്നിട്ട് അവസാനം വന്നിരുന്ന് പറയാണ് ഞാൻ ആരെയും ഹേർട്ട് ആക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ. എന്താണ് ജാൻമണി, മനുഷ്യന്മാരായ കുറച്ച് ബോധം വേണം എവിടെയല്ലേ? ബാക്കി പറഞ്ഞാലും ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിംഗ് ഹൗ കം വൺ പേഴ്സൺ ക്യാൻ ബിക്കം 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry, and I never thought like I wants to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റപ്പറ്റുന്നുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ, കാരണം എനിക്ക് ഒരു ചെറിയ കുട്ടി വിചാരിച്ച് നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല, അതുണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ പോയി പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആക്കിയിട്ട് എന്ത് കാര്യം? ഡിലീറ്റ് ആക്കിയത് നിങ്ങൾ പറഞ്ഞ കാര്യം അവിടെ തന്നെ ഉണ്ടാവും ജാൻമണി. ഇത് മറ്റേ പേളിമാനെ കുറിച്ച് പറഞ്ഞ മാതിരിയായി പോയി. പേളിമാൺ അങ്ങനെ ആയിരുന്നല്ലോ ആദ്യം ചെയ്തിരുന്നത്. ഡൽഹിയിൽ പ്രൊട്ടസ്റ്റിന് പോയിരുന്ന ആളുകൾക്കെതിരെ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടു, അവസാനം അത് കഴിഞ്ഞ് പോയി കണ്ടപ്പോൾ ഡിലീറ്റ് ആക്കി, പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന കണ്ടപ്പോൾ വീണ്ടും റീ അപ്ലോഡ് ചെയ്തു. എനിക്ക് അതാണ് ജാൻമണിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. ചിലരുടെ ഒരു വിചാരമുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത് അപ്പം തീർന്നു പോകുന്നത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ഒരു സാധനം വന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്താലും അവിടെ തന്നെ കിടക്കും, വേറെ പല ചാനലിലൂടെയും അത് പ്രചരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും പറയുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും പറയുക. ഒരു തവണ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കാലാകാലം അവിടെ തന്നെ കിടക്കും, എത്ര ഡിലീറ്റ് ചെയ്താലും അവിടെ തന്നെ കിടക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോന്ന് ചർത്തിക്കാൻ. മനസ്സിലായോ ജാൻമണി? ബാക്കി പറഞ്ഞാലും അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയി എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്ന പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇപ്പൊ ജസ്റ്റ് രണ്ടാമത് സംസാരിച്ച് അതന്നെ അതിലെ ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല, കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ ആം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. സന്തോഷം. എന്തായാലും ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ ജാൻമണി പറയുന്നുണ്ടല്ലേ, നല്ല കാര്യം. മോദിജിയെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിന് മുമ്പ് ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കാനുള്ള മനസ്സ് ജാൻമണി കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പോകില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ള സംഭവിച്ചല്ലോ. എന്തായാലും ഇത്രയും കാലമായിട്ട് ജാൻമണിക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഞാൻ എന്ത് പബ്ലിക്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാലും ആളുകൾ അതിന്റെ സെൻസിലെടുത്തോളും, ട്രോളിന്റെ സെൻസിലെടുത്തോളും എന്നുള്ളത്. അത് കാരണം ആരൊക്കെയോ കുറിച്ച് ഇന്നവർ എന്തൊക്കെയോ ജാൻമണി വിളിച്ചു പറഞ്ഞു. ഇതുവരെ ആ പറഞ്ഞതൊക്കെ ആളുകൾ ട്രോളിന്റെ സെൻസിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് പറഞ്ഞത് അല്പം കൂടിപ്പോയി. അതാണ് ജാൻമണി. എപ്പോഴും നമ്മൾ വാവിട്ട് പറയുന്ന വാക്കുകൾ എല്ലാവരും ട്രോൾ സെൻസിൽ എടുത്തോളണമെന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും പബ്ലിക്കിൽ വന്നൊരു കാര്യം പറയുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ട് സംസാരിക്കാം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഏർന്ന് ഇറങ്ങാൻ സമയം കാണത്തില്ല. എന്തായാലും ഇനി കുറച്ചു കാലം ആരെയും കുറിച്ചൊന്നും പറയാത്തതാണ് ജാൻമണിക്ക് നല്ലത്. അത്രയും തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും അതവിടെ കിടക്കട്ടെ. ജാൻമണിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കിനി അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വലിയൊരു വിശപ്പാമ്പിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, വണ്ണിന്റെ ഉള്ളിൽ TG മോഹൻദാസ്. ഈ ചങ്ങാനെ കുറിച്ച് 2 വാക്ക് പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2-3 ദിവസമായി ഡൽഹിയിൽ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത കുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ സ്വന്തം യൂട്യൂബ് ചാനൽ വന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇയാൾ തുപ്പുന്ന വിഷയങ്ങൾ, എന്റെ അമ്മോ അതിഭീകരമാണത്. അത് കണ്ട് കൈയടിക്കാനും കുറെ തീട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഭാസകരമായിട്ടുള്ള കാര്യം. മൂപ്പര് കഴിഞ്ഞ ദിവസം ഡൽഹി പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത പെൺകുട്ടികളെ അപമാനിച്ചുകൊണ്ട് ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോക്കി. ഞാൻ ഇങ്ങനെയാണ് നിങ്ങളോട് ഇത് പറയുക. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ, പെൺകുട്ടികളാണ്, 18 വയസ്സ് 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടില്ല, അകത്ത് ടീഷർട്ട് പോലെ. എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചുകൊണ്ട് ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ലേ. എന്നിട്ട് ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്, നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കഷ്ടിച്ചു മുഖവും കാണിക്കുക ഇടയ്ക്കിടയ്ക്ക്. ബാക്കി മുഴുവൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കോ, നെഞ്ച് കാണുന്നു. ഇവർ തന്നെ പരിസ്ഥിതിവാദികളായിട്ട് ഇറങ്ങും.
എന്നിട്ട് മരത്തെ കെട്ടിപ്പിടിക്കും. അപ്പോഴും ക്യാമറ ഇങ്ങനെ. ഇവർ തന്നെ മൃഗസ്നേഹികളായിട്ട് ഇറങ്ങും, പട്ടിയെ തലോടും, അപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് ക്യാമറ ഇവിടുന്ന്. വാട്ട് എ നോൺസെൻസ്. ഇതൊക്കെ കണ്ട് വിദ്യാർത്ഥികൾ അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കരണക്കുറ്റിക്ക് അടി കൊടുത്തിട്ട് കയറിയാകത്തെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി വിടണം. എന്തൊക്കെയാണ് ഇയാൾ ഈ പറയുന്നത്? വയസ്സാം കാലത്ത് ഒരു കാലം നീട്ടി ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ക്യാമറ യൂട്യൂബ് ചാനൽ കൈ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും കാര്യങ്ങൾ. പക്ക ഒരു കളവ മൂട് വർത്താനം അല്ലേ? ഈ സമരത്തിന് വരുന്ന പെൺകുട്ടികളൊക്കെ മോഡേൺ ഡ്രസ് ഇടുന്ന ഇയാൾക്കും കൂടി തീരെ പിടിക്കുന്നില്ല. ഇയാളുടെ കണ്ണിൽ സാരിയും ചുരിദാറൊക്കെ ഇട്ടിട്ട് വേണം സമരത്തിന് വരാൻ. അല്ലാത്ത പെൺകുട്ടികളൊക്കെ മറ്റാവശ്യത്തിന് വേണ്ടി വരുന്നവരാണ്. ഏത് കാണിച്ച് ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്. അവിടെ തൈക്കളവാ, പ്രായമായില്ലേ? ആ കുയിലും കാലും നീട്ടി പിള്ളേരെ കളിപ്പിച്ചിരുന്നാ പോരെ. നാണം വരെ തനിക്കൊരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് ഇമാതിരി സദാചാരം വിളമ്പാന് ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യന്മാർക്ക് വേണം. അവിടെ അത് കേരളമല്ല, ഡൽഹിയാണ്. അവിടെ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കാറുള്ളത്. എവിടെ അല്ലേ? അതിന് കേരളം വിട്ട് എവിടെയെങ്കിലും പോയിട്ട് വേണ്ടതൊക്കെ മനസ്സിലാക്കാൻ. മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ലേശ ഉളുപ്പും നാണവും വേണം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഡൽഹി സമരത്തിൽ ഇഷ്ടംപോലെ പെൺകുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അവരൊക്കെ മീഡിയാസിൽ വന്ന് സംസാരിക്കുന്നതിന്റെ പല ക്ലിപ്പുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നന്നായി പ്രചരിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ചില വീഡിയോകൾ സൈഡിൽ കൊടുക്കാം. ഇതൊക്കെ കണ്ടിട്ടാണ് ഇയാൾ വന്ന് സദാചാര ഗുണ്ടായിസം കാണിക്കുന്നത്. ഒന്നാമത് ഇയാൾക്ക് ഈ പിള്ളേരൊന്നും സമരത്തിനിടയ്ക്കുന്നത് തീരെ പിടിച്ചിട്ടില്ല. കാരണം ഇയാൾ ഒരു കട്ട സംഖ്യയാണല്ലോ. സ്വാഭാവികമായിട്ടും BJP ഗവൺമെന്റിനെതിരെ കുട്ടികൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഈ തൈക്കളവൻ അത് പിടിക്കാൻ സാധ്യതയില്ല. അതിന് ഫ്രസ്ട്രേഷൻ ഇയാൾക്ക് നല്ലോണം ഉണ്ട്. ആ ഫ്രസ്ട്രേഷൻ വെച്ച് ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. അതിനുവേണ്ടി ഇയാൾ കാര്യമായിട്ട് കണ്ടെത്തിയതാണ്. സമരത്തിന് വന്ന പെൺകുട്ടികളെല്ലാം ലോനെക്ക് ഡ്രസ്സാണ് ധരിച്ചത് പോലും. എന്നാലും സമരത്തിന് വന്നവരുടെ വസ്ത്രത്തിന്റെ അളവെടുക്കാൻ കാണിച്ചയാളുടെ മനസ്സുകളാരും കാണാണ്ട് പോരുത്. ഇങ്ങനെ ഒരു തീട്ട ചങ്ങായിഷ്ട കഴിഞ്ഞില്ല കേട്ടോ. ഇത്രയും പറഞ്ഞതൊക്കെ ചെറുത്. ഇനിത് കഴിഞ്ഞ് ഡൽഹിയിൽ സമരത്തിന് വരുന്നവരെല്ലാം ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്, അല്ലെങ്കിൽ ബലാത്സംഗം ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇയാൾ ഇറക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന്റെ പേരിൽ ഇയാൾക്കെതിരെ കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതിയില്ല, പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും ഡിങ്കിടി ഡിങ്കിൻ ഡിഗി ഡിങ് ഡിങ്. ഡിങ്കിടി ഡിങ്കിടി ഡിങ് ഡിങ് എന്നൊക്കെ ഇയാളൊക്കെ ഉണ്ടല്ലോ. എന്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ പറ്റൂല. എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്? അല്ലെ ഈ സംഖ്യകളൊക്കെ എന്താണ് ഇങ്ങനെ? ഇവരെ വായിന്ന് മാത്രമല്ലോ ഇമാതിരി വർത്താനം വരുന്നത്. വേറെ എടുത്തിട്ടുണ്ടല്ലോ ഈ ശശികല എന്ന് പറഞ്ഞുകൊണ്ട്, അതിന്റെ ഒരു വേറൊരു വേർഷനാണിത്. അല്ലെങ്കിലും പ്രൊട്ടസ്റ്റിന് വരുന്ന ആളുകളെല്ലാം ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണെന്നൊക്കെ പറയാൻ എങ്ങനെയാണ് ഇയാൾക്ക് സാധിക്കുന്നത്? ഇയാളുടെ വീട്ടിലുള്ള പെൺകുട്ടികളും കാര്യങ്ങളൊക്കെ എവിടെ അല്ലേ? അതിനെ വരെ മറ്റേ കാമക്കണ്ണോട് കൂടിയായിരിക്കും ഇയാൾ നോക്കി കാണുന്നത്. ഇതൊക്കെ എന്നെ കൊണ്ട് ഇയാൾ പറയിപ്പിക്കുന്നതാണ്. എന്തായാലും ഇയാൾ ഒരു അസല് ഞരമ്പ് രോഗിയാണെന്നുള്ളത് ഇതിൽ പരം തെളിവ് വേറെ വേണ്ട. ഇയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാൾ ഒരു അസല് ഞരമ്പ് രോഗിയാണെന്നുള്ളത്. അതുകൊണ്ട് എന്റെ വീഡിയോ കാണുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇയാൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ നേരെ മാറി നടന്നോളി മക്കളെ. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ഇയാൾ കംപ്ലീറ്റ് നിങ്ങളെ സ്കാൻ ചെയ്ത് നിങ്ങളെ വെച്ചുള്ള ഒരു കമ്പിക്കാത്ത നാളെ ഇയാൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇറക്കിന്ന് വരും. അത്രയും ബോധ്യം ഇവരില്ലാത്തൊരു തീട്ടാണിത്. എനിക്കില്ല എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ സോഷ്യൽ മീഡിയ ആയിപ്പോയി. അതുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ നിയന്ത്രിക്കുകയാണ്. ഇത്ര എരണം കെട്ടൊരു ചങ്ങായി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എനിക്കിത് തരിച്ച് കയറുന്നുണ്ട് കേട്ടിട്ട്. വൃത്തികെട്ട ഓരോ ജന്തുക്കൾ ക്യാമറ ഓണാക്കിക്കൊണ്ട് ഇറങ്ങിയൊക്കെയാണ് ഞരമ്പ് രോഗം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നികൃഷ്ടമായിട്ടൊരു ജന്മത്തെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇയാൾക്ക് ഇതിൽ ഒരു കേസ് പോലും വരുന്നില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ കോമഡി. എങ്ങനെ കേസ് വരാനാണ്? ഇയാൾ തന്നെ ഒരു ലോയർ ആണെന്നല്ല ഇയാൾ അവകാശപ്പെടുന്നത്. ഇനി കേസ് വന്നാൽ പോലും ഇയാൾക്ക് തന്നെ അതിൽ നിന്ന് സുഖമായിട്ട് ഒരു പോരാനും അറിയാം. കാരണം ലോയർ ആണല്ലോ. ആ ധൈര്യത്തിലാണ് ഇയാൾ വന്നിരുന്ന് തോന്നിയ മാസം സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നത്. എന്ത് പറയാനാണല്ലേ? പറയുന്നത് പോട്ടെ, അതിന് കൈയടിക്കാൻ കുറെ തീട്ടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പരിതാപകരമായിട്ടുള്ള കാര്യം. ഇയാളെ പോലെ ചിന്തിക്കുന്ന കുറെ തീട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.